നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ നീക്കം. DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കണമെന്ന നേതാക്കൾ KPCC നേതൃത്വത്തിന് നേതാക്കൾ കത്ത് നൽകി. ജില്ലയിലെ 2 നേതാക്കൾ സണ്ണി ജോസഫിനെയും VD സതീശനെയും കണ്ട് ആവശ്യം അറിയിച്ചുവെന്നാണ് വിവരം. അതേസമയം ജോസ് ഫ്രാങ്ക്ലിനെ പരസ്യമായി ന്യായീകരിച്ച സണ്ണി ജോസഫും രംഗത്തെത്തി. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭദ്ര, നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ജോസ് ഫ്രാങ്ക്ലിനെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള അടിയന്തരമായ ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നത്. തലസ്ഥാനത്ത് തന്നെയുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും നേരിൽ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, നെയ്യാറ്റിൻകരയിൽ തന്നെയുള്ള ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയും മണ്ഡലം പ്രസിഡന്റിൻ്റെയും കത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നൽകുകയും ചെയ്തു. അവർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ജോസ് ഫ്രാങ്ക്ലിനെ ഉറപ്പായും പാർട്ടിക്കകത്ത് വേണം, അതുകൊണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നതാണ് അവരുടെ ആവശ്യം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ എതിരാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയ ഒരു നേതാവിനെ ധൃതി പിടിച്ച് ആഴ്ചകൾക്ക് ശേഷം വളരെ പെട്ടെന്നാണ് ഈ പറഞ്ഞ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നടപടി പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഈ 2 നേതാക്കളും വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് മുന്നിൽ ചൊലുത്തുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തങ്ങൾ ഈ വിഷയം പരിശോധിക്കുകയാണ് എന്ന മറുപടി നൽകി. മാത്രമല്ല, അദ്ദേഹം ജോസ് ഫ്രാങ്ക്ലിനെ ന്യായീകരിക്കാനുള്ള ശ്രമവും നടത്തി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്, ജാമ്യം ലഭിച്ചത് സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ വിശദീകരണം കൂടി കോടതി കേട്ടിട്ടായിരിക്കുമല്ലോ എന്ന മറുപടിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നിരപരാധിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാദം കൂടി പരിഗണിച്ചുകൊണ്ട്, ഞാൻ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല, അദ്ദേഹത്തിന് കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന ചില കത്തിൻ്റെ പരാമർശങ്ങൾ കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല, വേണമെങ്കിൽ പഠിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിൽക്കുന്നുണ്ട്, അത് പരിശോധിച്ചിട്ടില്ല. അതേസമയം ധൃതി പിടിച്ച് ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിൽ പ്രതിഷേധം ജില്ലയിലാകമാനമുണ്ട്. കാരണം നേരത്തെ തന്നെ അവയവ മാഫിയയുമായി ജോസ് ഫ്രാങ്ക്ലിന് ബന്ധമുണ്ടെന്നും മറ്റൊരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2020 നെയ്യാറ്റിൻകരയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു, ആത്മഹത്യ ചെയ്തതാണ്. അതിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പ്രത്യേകം കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷൻ നടപടി ശുപാർശ ചെയ്തതാണ്. അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് MA വാഹിദ് തന്നെ ആവശ്യപ്പെട്ടത്. അത്തരം ഒരു നേതാവിനെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ നേതാക്കളുടെ തിരക്കിട്ട നീക്കത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നതാണ് ആക്ഷേപം വരുന്നത്. സ്വാഭാവികമായും അങ്ങനെ ജോസ് ഫ്രാങ്ക്ലിനെ വീണ്ടും പാർട്ടിയിലേക്ക് സസ്പെൻഷൻ പിൻവലിച്ച് എടുക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിൽ ജില്ലയിലും പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലും പ്രതിഷേധത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഭദ്ര.